ഹായ് ഫ്രണ്ട്സ്, ബ്ലാക്ക് പാന്തർ സൗണ്ട് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഭൂത്താങ്കട്ട് ഡാം കാണാനായിട്ട് പോയേക്കായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ മീൻ പിടിക്കാനായിട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിലും മീൻ പിടിക്കാനുള്ള ചൂണ്ട ഉണ്ടായില്ല. അത് കാരണം ചുമ്മാ കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കേണ്ട വന്നു. നല്ല ശക്തമായ ഒഴുക്കാണ്. കാരണം എന്നുണ്ടെങ്കിൽ നല്ല മഴയായിരുന്നു 2 ദിവസമായിട്ട്. അപ്പോൾ ആ മഴയത്തൊക്കെ ഡാമിൽ നിറച്ച് വെള്ളമായിരുന്നു. അപ്പോൾ കാരണം ഒരു 3-4 ഷട്ടറാണ് തുറന്നിട്ടേക്കാണ്. സെൻട്രലിലൊക്കെ നോക്കിയറിയാൻ പറ്റും, 3 ഷട്ടറോളം ഇതേണ്ടോ തുറന്നിട്ടാണ്. അത് കാരണം വെള്ളത്തിന് അന്യായ ഒഴുക്കാണ്. അതുപോലെ തന്നെ രാവിലെ തന്നെ ചേട്ടന്മാരൊക്കെ മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല വെറൈറ്റി ചൂണ്ടയൊക്കെ ആയിട്ട് എല്ലാവരുടെ കയ്യിലും നല്ല വില കൂടിയ ചൂണ്ടകളൊക്കെയാണ്. അപ്പം മീൻ പിടിക്കാനൊക്കെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഭൂത്താങ്കട്ട് ഡാമിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മീൻ പിടിച്ചുകൊണ്ട് പോകാം. നല്ല വിഷമൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി പുഴ മീനും ഡാം മീനൊക്കെ പിടിച്ചുകൊണ്ട് പോകാം നമുക്ക്. ഉണ്ടാവും ഭൂത്താങ്കട്ടിൻ്റെ പഴയ പാലമൊക്കെ കാണണേ. ആ പാലത്തേക്കൊന്നും ആരും ഇല്ല, പക്ഷേ പുതിയ പാലത്തിലാണ് ആൾക്കാർ നിന്ന് 2 സൈഡിലായിട്ട് നിന്ന് മീൻ പിടിക്കണത്. ആണോ, പല ആ ചേട്ടൻ്റെ മീൻ കിട്ടിയിട്ടുണ്ട്. ആ ചേട്ടൻ്റെ ചൂണ്ടയിൽ മീൻ കയറിയിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ളൊരു അനുഭവമാണ്. നല്ല മഴക്കാറും പിന്നെ മഴയൊക്കെ ഉള്ള കാരണം പോരുമ്പോൾ ഒരു കുടയോ റെയിൻ കോട്ടൊക്കെ കൊണ്ടുവരാണെങ്കിൽ നന്നായിരിക്കും. ഇവിടെ കയറി നിൽക്കാനുള്ള സെറ്റപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പാലത്തിൻ്റെ അടുക്കൊക്കെ മഴ കഴിഞ്ഞാൽ നനഞ്ഞ് ആകെ ഇടങ്ങേറായി പോകും. അപ്പോൾ അതുകൊണ്ട് കുട കൊണ്ടുവരാണ്ടെങ്കിലാണ് നല്ലത്. ഈ കുട ചിലപ്പോൾ വല്ല കാറ്റും പിടിച്ച് പറന്ന് നമ്മൾ ഈ പാരച്ചൂട്ടിൽ ഇറങ്ങുമ്പോഴേ പോകും, ഡാമിലേക്ക് ചാടും നമ്മൾ. അതുകൊണ്ട് എപ്പോഴും മഴക്കോട്ടാണെങ്കിൽ ആ പ്രശ്നമൊന്നും വരില്ല. മഴക്കോട്ടായിരിക്കും ഏറ്റവും ബെറ്റർ. നല്ല രസമാണ് ഇവിടെ മീൻ പിടുത്തമൊക്കെ. പിന്നെ ചൂണ്ടയെ കൊണ്ടുവരാത്തവർക്കൊക്കെ മീൻ കിട്ടും. അതിന് പൈസ കൊടുത്താൽ മതി. ആ ചേട്ടന്മാർ പിടിക്കുന്ന മീനൊക്കെ വേണമെങ്കിൽ നമുക്ക് തരും. അവർ പറഞ്ഞ പൈസ കൊടുക്കണമെന്നുള്ളൂ. ഉണ്ടോ, നല്ലൊരു കാലാവസ്ഥയാണ്. മഴക്കാറൊക്കെ വച്ചിട്ടുണ്ട്. ചെറിയ ചാറ്റൽ മഴയുണ്ട് ഓൾറെഡി ഇവിടെ. അത് കാരണം ഞങ്ങളെ കുടയൊന്നും ഇന്നാണെങ്കിൽ ഉണ്ടായില്ല. ചെറിയ ചാറ്റൽ മഴയൊക്കെ നനയേണ്ട വന്നത് കാരണം. അപ്പോൾ വന്നവരൊക്കെ അത് ഈ പാലത്തിൻ്റെ സൈഡ് വഴി ഉണ്ടോ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ആ സൈഡ് വഴിയൊക്കെ ഇറങ്ങി വരാണെങ്കിൽ അവിടെയൊക്കെ നിന്ന് മീൻ പിടിക്കാം. പിന്നെ പിള്ളേരൊക്കെ വരാണെങ്കിൽ കാർന്നമാരോ അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ ആയിട്ട് കൂടെ വരാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒഴുക്കുണ്ടേ. അപ്പോൾ കാല് വഴിയൊക്കെ തെന്നി പുഴയിലേക്ക് ചാടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താനും വേണ്ടേ. കാര്യം ഇവിടെ ഇഷ്ടംപോലെ ചേട്ടന്മാരൊക്കെ ഉണ്ട്. എങ്കിലും പിള്ളേർ സേഫായിട്ട് വേണം ഇവിടേക്ക് വന്ന് നിൽക്കാൻ. നല്ല മഴ ചെന്നാലും തെന്നി കിടക്കണം എല്ലാ സ്ഥലങ്ങളും പോയി. ആ ചേട്ടന്മാരെ കണ്ട ആ പുതിയ പാലത്തിൻ്റെ സൈഡിൽ നിന്ന് വലയെറിഞ്ഞാണ് മീൻ പിടിക്കണത്. കുറച്ച് പേര് അവിടെ ചൂണ്ടയൊക്കെ ആയിട്ട് പിടിക്കുന്നുണ്ട്. അല്ലോ സൈഡിൽ ഷട്ടർ തുറന്നിട്ടുണ്ട്. നല്ല ശക്തമായിട്ട് ഒഴുക്കുണ്ട്. അതുപോലെ തന്നെ ആ ഡാമിൻ്റെ സെൻറ്ററിലൊരു 4 ഷട്ടറോളം അവിടെ തുറന്നേണ കാരണം നല്ല ഹെവി ഒഴുക്കാണ്. ഡാം ശരിക്കും ആ പുഴയിലേക്ക് ശരിക്കും നന്നായിട്ട് വെള്ളം ഒഴുകി പോവാണ്. നമ്മുടെ പുതിയ പാലാണ് കാണുന്നത്. ആ പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ആളുകളൊക്കെ മീൻ പിടിക്കണത്. കേട്ടോ, വലയൊക്കെ ആയിട്ട് വന്ന് മീൻ പിടിച്ചാൽ എങ്ങനെ കാണുന്നത്. ആ ചേട്ടന്മാരൊക്കെ അതെ മീൻ പിടിച്ചിട്ട് നിൽക്കണം എങ്ങനെ കാണുന്നത്. നല്ല ഒഴുക്കുണ്ടാവും. നമ്മൾ പ്രതീക്ഷിനേക്കായും നല്ല ഹെവി ഒഴുക്കാണ് ഡാമിൽ നിന്ന് പോകുന്ന വെള്ളം. ഡാം തുറന്നിടാനാണ് ഈ ഒഴുക്ക്. വെള്ളം കലങ്ങി മറിഞ്ഞാണ് വന്നെ. അപ്പോൾ അതുപോലെ തന്നെ ഇഷ്ടംപോലെ മീനുകളും അതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ചേട്ടൻ പറഞ്ഞത് ആ ചേട്ടൻ്റെ സ്കിൽഡ് വലയെറിയൽ നോക്കി കേട്ടോ. ആ ചേട്ടനൊക്കെ വലയെറിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു വലയെറിയൽ തന്നെയാണ് ചേട്ടൻ്റെ. ഉണ്ടാ പക്ഷേ അവിടെ വല എറിഞ്ഞാലും വല താഴത്തേക്ക് ഒഴുകി കൊണ്ടുവന്നൊരു അവസ്ഥയാണ്. അവർ സ്ഥിരം ഇങ്ങനെ ഇട്ടിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നല്ലോ. പെട്ടയ്ക്കണ നല്ല മീനാണ് കിട്ടണേ. തുള്ളി കളിക്കണം മീൻ, പച്ച നല്ല സൂപ്പർ മീൻ. ആ മീൻ്റെ പേരെന്ത് പാൽക്കണ്ണി എന്ന് അങ്ങോട്ട് ആ ചേട്ടന്മാർ പറഞ്ഞത്. നല്ലൊരു സൂപ്പർ മീനാണ്. നല്ല കറിയൊക്കെ വയ്ക്കാൻ പറ്റിയ, നല്ല വറക്കാനൊക്കെ പറ്റിയ അടിപൊളി മീനുകളാണ്. കിടക്കണ കിടപ്പുണ്ടോ സിൽവർ കളറിൽ. എൻ്റെ പൊന്ന് ടീമേ, ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ വേറെ വിഷമൊന്നുമില്ല. ഡാമിൽ കിടക്കുന്ന മീനാണ്. ഫുള്ളും പുറത്തേക്ക് വരുമ്പോഴുള്ള രംഗാണ് കാണുന്നത്. ചേട്ടന്മാർ പിടിച്ചത് വലയിന്ന് ഇട്ടണ രംഗമായി കാണുന്നത്. നല്ല അടിപൊളി മീനുകൾ. ഇതുപോലെ ഒരുപാട് മീനെ പിടിച്ചിട്ട് അവർ ചേട്ടന്മാരിങ്ങനെ ചൂണ്ടയും അതുപോലെ വലയൊന്നും ഇല്ലാത്തവർക്ക് വിൽക്കുന്നുണ്ട്. ആൾക്കാർ മേടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. പൈസക്ക് കൊടുക്കും അവർ. ഉണ്ടോ, അവൻ സൈഡിൽ അവിടെ ഒരു പെട്ടിക്കടയൊക്കെ ഉണ്ട്. അവിടെ ചായയൊക്കെ കിട്ടും. ചെറിയ ചായയും അതുപോലെ സ്നാക്സൊക്കെ കിട്ടും ഓൾറെഡി. നല്ല മഴക്കാർ വന്നു തുടങ്ങിയത് കാരണം അവരൊക്കെ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. എന്തായാലും ഇങ്ങോട്ടേക്ക് വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ
എന്തായാലും ഗൂഗിൾ മാപ്പിലൊക്കെ നമ്മൾ അടിച്ചു കൊടുത്ത് അറിയാൻ പറ്റും പൂത്താൻകെട്ട് എന്നുള്ളത്. ഓക്കെ, ആരും മറക്കരുത് കേട്ടോ.